വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ബംഗാളിൽ മുർഷിദാബാദിൽ സംഘർഷം, പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി, നിരവധി പേർക്ക് പരിക്കേറ്റു. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഷീദ്, ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടത് നിയമമായി പ്രസിഡന്റ് ഒപ്പിട്ടതോടുകൂടി ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക ഉയർത്തിയാണ് ഒരു വിഭാഗം ഇവിടെ സമരവുമായി രംഗത്തിറങ്ങുന്നത്. അത് അടിച്ചൊതുക്കാനുള്ള നീക്കങ്ങളാണ് രാജ്യത്താകമാനം നടക്കുന്നത്. ഇന്ന് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നത് പിന്നാലെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടന്നിട്ടുള്ള പ്രതിഷേധത്തിനിടയിലാണ് ഇത്തരത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിനിടെ നിരവധി വാഹനങ്ങളും കത്തിനശിക്കുകയും അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും കടകൾക്കും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകൾക്ക് നേരെ പോലീസ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെയും ഉയർത്തുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നും ബംഗാളിൽ നടക്കും. അതേസമയം യു പിയിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നിയമപരമായ പോരാട്ടത്തിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വിവിധ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരും അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും 16-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെയും പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ വേഗത്തിൽ ഇത്തരത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവാദമായിട്ടുള്ള വഖഫ് ബില്ലിനെ പിന്തുണച്ചിയ CBCIയുടെ ഈ പ്രസ്താവനയെ ക്രൈസ്തവ വിഭാഗത്തിലെ പുരോഹിതരൊക്കെ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇത്തരത്തിൽ ഈ പരിഷ്കരണത്തിന് പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റത്തെ അതീവ ജാഗ്രതയോട് കൂടി കാണണമെന്നാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖരൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ ബില്ലിനെ ശക്തമായി എതിർക്കണമെന്നും ഇത്തരത്തിൽ മതവിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കണമെന്നും ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയും CBSIയെ ഇത്തരത്തിൽ രംഗത്തെത്തുന്ന ഒരു